സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ലക്കഡോങ് എന്ന മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? മേഘാലയയിലെയാണ്. മേഘാലയ. അടുത്ത ചോദ്യം, 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? 2 ദിവസങ്ങളിലായിട്ടാണ് 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിക്കുന്നത്. അവ ഏതൊക്കെ ദിവസങ്ങളാണ്? മെയ് 11 ഒക്ടോബർ 12 മെയ് 11 ഒക്ടോബർ 12 എന്നീ ദിവസങ്ങളിലാണ് 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിച്ചത്. മെയ് 11 ഒക്ടോബർ 12. സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം ഏതാണ്? സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം മെർസ് ആണ്. മെർസ് വൈറസ് രോഗമാണ്. പേര് മെർസ്. എവിടെയാണ് സ്ഥിരീകരിച്ചത്? സൗദി അറേബ്യയിലാണ്. പ്രത്യേകത എന്താണ്? COVID-19 സമാനമായ വൈറസ് രോഗമാണ്. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? അടുത്തിടെ ഭൂമിയിൽ സൗരോർജ കൊടുങ്കാറ്റുണ്ടായി. അപ്പൊ അതിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? കൊറോണൽ മാസ് ഇജക്ഷൻ എന്നാണ് പറയുന്നത്. കൊറോണൽ മാസ് ഇജക്ഷൻ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? 2024 സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. 2024 സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ്? എന്ന് മുതലാണ് 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. 5 കോടി രൂപ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ് ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2023 ജേതാവ് PN ഗോപികൃഷ്ണനാണ്. ഓടക്കുഴൽ പുരസ്കാരം 2023 അർഹനായത് PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ആരുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം എന്നത്? ധ്വനി പ്രയാണം ആത്മകഥയാണ്. അത് ആരുടെ ആത്മകഥയാണ്? M ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് ധ്വനി പ്രയാണം. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന് അല്ലെങ്കിൽ വാട്ടർ ഫോർ പീസ് എന്നതാണ്. ജലം സമാധാനത്തിന് അല്ലെങ്കിൽ വാട്ടർ ഫോർ പീസ്. DRDO ചെയർമാൻ ആരാണ്? DRDO ചെയർമാൻ സമീർ വി കമത്ത് ആണ്. സമീർ വി കമത്ത്.
മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരനാണ്. ഹരിഹരൻ. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ് 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ. സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ ഭാഗമായ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ അറിയപ്പെടുന്നത് മിഷൻ വാത്സല്യ എന്നാണ്. മിഷൻ വാത്സല്യ. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചത്, ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം കോഴിക്കോടാണ്. കോഴിക്കോട്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1-നാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. അവ ഏതൊക്കെയാണ്, എത്ര നിയമങ്ങളാണ്, ഏതൊക്കെയാണ് എന്ന് കമന്റ് ചെയ്യുക. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി. തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര്. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നത്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര്. ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാണ്? ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഉത്പൽ കുമാർ സിംഗ് ആണ് ലോക്സഭ സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത്? 2024. 2023 ഏത് വർഷമായിട്ടാണ് ആചരിച്ചതെന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ശനിക്ക് മുമ്പ് വ്യാഴമായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22 മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 2027 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി. 2027 ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നത് ബ്രസീലിലാണ്. ബ്രസീൽ. 2027 ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രത്തിന്റെ പേര്. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രത്തിന്റെ പേര് കരുതൽ. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രത്തിന്റെ പേര് കരുതൽ. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ബാങ്ക്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി. COP
30 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ്. ബ്രസീൽ. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടി. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടിയുടെ പേരാണ് ദീപ്തി. ദീപ്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യത്തെ ഇന്ത്യൻ വനിത വൃന്ദ രതിയാണ്. വൃന്ദ രതി. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകനാണ് ഇ ഭാസ്കരൻ. ഇ ഭാസ്കരൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. ശ്വേത കെ സുഗതൻ. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയാണ് ആതിര പ്രീത റാണി. ആതിര പ്രീത റാണി. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കളക്ടറേറ്റ് കോട്ടയമാണ്. കോട്ടയം. ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ എന്നത്? ആത്മകഥയുടെ പേര് കനൽ വഴികളിലൂടെ. അത് ആരുടെ ആത്മകഥയാണ്? സി ദിവാകരന്റെ ആത്മകഥയുടെ പേരാണ് കനൽ വഴികളിലൂടെ എന്നത്. സി ദിവാകരൻ. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് ഭൂട്ടാനിലാണ്. ഭൂട്ടാൻ. 2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം. ബാലസോർ ട്രെയിൻ അപകടം നടന്നത് ഒഡീഷയിലാണ്. ഒഡീഷ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഏതാണ്? ഹോം ആണ്. ചിത്രത്തിന്റെ പേര് ഹോം. സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഏതാണ്? രചിച്ചതാരാണ്? സണ്ണിക്കുട്ടി എബ്രഹാം. പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി എന്നത്. പുസ്തകത്തിന്റെ പേര് കാലം സാക്ഷി. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? നാഷണൽ സ്പേസ് ഡേ എന്നാണ് ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമായ അമ്മേസ് 28 നിർമ്മിച്ചത് എവിടെയാണ്? 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലെ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടത്തിന്റെ പേരെന്താണ്? അമ്മേസ് 28 ആണ്. ഇത് നിർമ്മിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. 47ാമത് വയലാർ അവാർഡ് ജേതാവ്. 47ാമത്തെ വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? 10 വർഷമാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം: കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ. കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933 എന്നത്. 1933. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ കിട്ടി, എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം.
താങ്ക് യു.